കൃപാസനത്തിൽ ഏറ്റവും കൂടുതൽ കൃപാസനത്തിൻ്റെ ആധ്യാത്മിക സ്രോതസ്സിലേക്ക് ദൈവം ആവോളം പാനം ചെയ്ത് അവരുടെ ജീവിത നിവൃത്തിയും ആത്മാഭിഷേകവും പ്രാപിക്കുന്നതിന് വേണ്ടി യാത്രയാക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവർക്കെല്ലാം ഉള്ള ആശ്രയമായ ഒരു മാസമാണ് ഒക്ടോബർ മാസം. ഒക്ടോബർ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 1.5 ലക്ഷം പേരുടെ റാലിയാണ് നടത്തിയത്. ഇപ്പോൾ ഈ കോവിഡ് പ്രോട്ടോക്കോളുള്ള കാരണം നമുക്ക് പുറത്തിറങ്ങി വലിയ റാലികൾ നടത്തി വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം ദൈവം തരുന്നത് വരെ ലഭ്യമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വർഷത്തെ പ്രത്യേകത ഒക്ടോബർ മാസം കൃപാസനം ശുശ്രൂഷകരും കൃപാസനം ശുശ്രൂഷയിൽ അവലംബിച്ചിരിക്കുന്നവർ അനുവർത്തിക്കേണ്ട കാര്യമാണ്. അടുത്ത 25-ാം തീയതി ഒക്ടോബർ 25-ാം തീയതി വരെ മുതൽ 31-ാം തീയതി വരെ 7 ദിവസം നടക്കുന്ന ശുശ്രൂഷയാണ് ആഗോള ജെറീക്കോ പ്രാർത്ഥന. അപ്പോൾ ആഗോള ജെറീക്കോ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ജെറീക്കോ പ്രാർത്ഥന എന്താണെന്ന് നമുക്കറിയാം. കാര്യം വാഗ്ദാന നാട് പ്രാപിക്കുന്നതിന് വേണ്ടി വിശ്വാസ സമൂഹം മുന്നേറുമ്പോൾ അവിടെ മുമ്പിൽ വരുന്നൊരു പ്രതിബന്ധമാണ് ചെങ്കടലും പിന്നെ ജെറീക്കോ കോട്ടയും പിന്നെ ജോർദാൻ നദിയും. ഇതെല്ലാം കടന്ന് പോകും. അപ്പോൾ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ഈ വഴികളിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, അത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഭൗതിക പ്രതിസന്ധിയായാലും അതിനെ എല്ലാത്തിനും അതിജീവിക്കാൻ പറ്റുന്ന ആധ്യാത്മികമായ ശുശ്രൂഷകളുണ്ട്. അതിലൊന്നാണ് ബൈബിളിൽ പറയുന്ന ജെറീക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത്. ജെറീക്കോ പട്ടണത്തിന് ചുറ്റും തങ്ങൾക്ക് ഒരു കാരണവശാലും തങ്ങളുടെ വംശം അവശേഷിക്കത്തില്ല. അനാർക്കിൻ്റെ വലിയ ഗോലിയാത്ത് കണക്കുള്ള വലിയ മല്ലന്മാർ, അത്ര ഫിലിസ്തീൻ മല്ലനെ പോലെയുള്ള മല്ലന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ജെറീക്കോ. അപ്പോൾ ഇവർ ആക്രമിക്കപ്പെടും, നശിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ ദൈവം പറഞ്ഞ്, നിങ്ങൾ കൃപാസനം തോളിൽ കാവി 7 പ്രാവശ്യം ഇതിന് വലം വെക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോഴിത് പൊടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡേഴ്സൊക്കെ ഭയങ്കര വിശ്വാസമുള്ളവരാണ്. മോസസ്, ഏലിയ, കലീബ്, ജോഷുവ എല്ലാവരും ഭയങ്കര വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ്. നമ്മൾ അവരുടെ ജീവിതാനുഭവങ്ങളും സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതവുമായിട്ട് അതിങ്ങനെ ദൈവശക്തി ഇങ്ങനെ സംക്രമിച്ചുകൊണ്ടിരിക്കും. അവർ ചെയ്ത കാര്യങ്ങൾ അനുവർത്തിക്കുമ്പോൾ, അതേ ഫോർമുല നമ്മൾ അനുവർത്തിക്കുമ്പോൾ അതുപോലുള്ള ദൈവാനുഭവം നമുക്ക് റിലീസ് ചെയ്ത് കിട്ടും. ഈ ഉടമ്പടി മുഴുവനും പഴയ നിയമത്തിൽ നിന്ന് എടുത്തതാണ്. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോഴാണ് അത് പുതിയ നിയമമായിട്ട് കണക്ട് ചെയ്യണത്. ഈ ജെറീക്കോ ആഗോള ജെറീക്കോ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെറീക്കോ പ്രാർത്ഥന ബൈബിളിലുള്ളത് നമുക്കറിയാം. അത് അവർക്ക് അവരുടെ കഴിവിന് അപ്പുറത്തുള്ള സംഭവങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ സംവിധാനമാണ് ജെറീക്കോ പ്രാർത്ഥന. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇവർ ജെറീക്കോയ്ക്ക് ചുറ്റും വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് നടന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. 7-ാം ദിവസം അത് പൊടിഞ്ഞു വീഴും. നമ്മളിവിടെ നടത്തുന്നത് ആഗോള ജെറീക്കോ പ്രാർത്ഥനയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ചുറ്റും വാഗ്ദാന പേടകവുമായി പ്രാർത്ഥനാപൂർവം നമ്മൾ സഞ്ചരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാന പേടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയാണ് ആ വാഗ്ദാന പേടകം. സഭയിലെ 2 വാഗ്ദാന പേടകങ്ങളുണ്ട്. ഒന്ന് ദിവ്യ കുർബാനയും ഒന്ന് പരിശുദ്ധ അമ്മയും. അമ്മയെ നമ്മൾ വാഗ്ദാന പേടകമേ എന്നാണ് വിളിക്കണത് ലുത്തീനിയയിൽ. എന്നുവെച്ചാൽ ഈശോയെ ഉള്ളടക്കം ചെയ്ത
വചനത്തെ മാംസമാക്കി മാംസം ധരിച്ച് വചനത്തിൻ്റെ അമ്മയായി മാറിയ പരിശുദ്ധ അമ്മയാണ് ഉടമ്പടിയുടെ വാഗ്ദാന പേടകം എന്ന് പറയുന്നത്, മരിയൻ ഉടമ്പടിയുടെ. അപ്പോൾ ആ വാഗ്ദാന പേടകം എന്ന് പറയുന്നത് അമ്മയുടെ ആധ്യാത്മികതയുടെ അന്തശ്രദ്ധ എന്ന് പറയണത് എന്താ? അവൻ പറയണത് പോലെ ചെയ്യണതാണ്. അത് കാനായിൽ അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കണത് മാത്രമല്ല, അമ്മയുടെ ലൈഫ് ആസച്ച് ദൈവം പറഞ്ഞതുപോലെ ചെയ്ത് ആണ് അമ്മ ദൈവത്തിൻ്റെ മാതാവായത്. ഞങ്ങളിവിടെ ജെറീക്കോ പ്രാർത്ഥന തുടങ്ങണത് 25-ാം തീയതിയാണ്, വൈകുന്നേരം 5:30 മണിക്ക് ദിവ്യകുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സാക്ഷ്യസ മധ്യസ്ഥത്തിലെ ജപമാല ചൊല്ലിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഷകളിലേക്ക്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇറ്റാലിയൻ, എല്ലാ ഭാഷകളിലും ഇവിടുന്ന് 1.5 മണിക്കൂർ ജപമാല നടന്നുകൊണ്ടിരിക്കും. ആ ജപമാല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ഓരോ രാജ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും ഓൺലൈനിൽ. ഫ്രാൻസ്, അപ്പോഴാ ഫ്രാൻസിൻ്റെ ജനതകൾ അവിടെ വിശ്വാസത്തിൻ്റെ തകർച്ചകളോ അല്ലെങ്കിൽ സഭയെ നേരിടുന്ന പ്രതിസന്ധികളോ ഒക്കെ നിങ്ങളോട് ജപമാലയുടെ ഓരോ രഹസ്യത്തിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു രഹസ്യം ഇപ്പോഴേ കർത്താവിൻ്റെ മംഗളവാർത്തയെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ ഉടനെ ഒരു രാജ്യത്തെ കാണിച്ചിട്ട് ആ രാജ്യത്തിൻ്റെ വിശ്വാസ തകർച്ച അല്ലെങ്കിൽ വിശ്വാസ മുന്നേറ്റം അല്ലെങ്കിൽ സഭയുടെ വീഴ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതാവിന് സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഓൺലൈനിൽ ആ പ്രാർത്ഥന കൂടുന്നു. പക്ഷേ കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥന കൂടും മൊബൈലിൽ ഓൺ ചെയ്ത് കൂടിയാൽ നിങ്ങൾക്ക് കൃപാസനം മാതാവിൻ്റെ ഒരു രൂപം കൂടി കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രൂപം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ വെച്ച് വണങ്ങുന്ന വിമല ഹൃദയത്തിൻ്റെ രൂപമായാലും മതി. അതെടുത്ത് വീടിൻ്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളും വീടിന് ചുറ്റും ജെറീക്കോ പ്രാർത്ഥന ചൊല്ലും. കാര്യം ഉടമ്പടിയുടെ ലക്ഷ്യം വീടിൻ്റെ വിശുദ്ധീകരണവും ശക്തീകരണവുമാണ്. ഉടമ്പടി ലക്ഷ്യം എന്താണ്? വീടിൻ്റെ വിശുദ്ധീകരണവും ശക്തീകരണവും. വീട്ടിൽ മക്കളുടെ വിശ്വാസ ജീവിതം, മക്കളുടെ ആത്മീയ ജീവിതം, മക്കളുടെ ജീവിത വിളിക്ക് യോഗ്യമായ ജീവിതം, വീട്ടുകാരുടെ ആരോഗ്യം, അതെല്ലാ മേഖല ഉടമ്പടിയുടെ വിഷയം തന്നെയാണ്. വാടക താമസിക്കുന്നവരുണ്ട്, ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവരുണ്ട്. അവരെല്ലാം ആ സാഹചര്യം വിട്ടുപോരാൻ അവരായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ചുറ്റും നിങ്ങൾ ജെറീക്കോ പ്രാർത്ഥന നടത്തണം. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ദിവ്യകുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈശോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കും. ജെറീക്കോ നിങ്ങളുടെ ഒരു കുടുംബമായിട്ട് ഏറ്റെടുത്തിട്ട് ആ കുടുംബത്തിൻ്റെ മുഴുവൻ കാരണങ്ങൾ നിങ്ങൾ ഓർക്കണം. ചില മക്കൾക്ക് തെറ്റായ പ്രണയബന്ധങ്ങൾ, ചിലർക്ക് സാമ്പത്തിക കടങ്ങൾ, ചിലർക്ക് ജോലിയില്ല, ചിലർക്ക് PR കിട്ടണില്ല, ചിലർക്ക് വസ്തു വിൽക്കാൻ പറ്റണില്ല, വസ്തു വാങ്ങിക്കാൻ പറ്റണില്ല. അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ കുടുംബങ്ങളിലുണ്ട്. മാരക രോഗികളും കിടപ്പ് രോഗികളുമുണ്ട്. ഇതെന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ജപമാലയുമായിട്ട് കുടുംബത്തിൻ്റെ പുറത്തിറങ്ങണം. 25-ാം തീയതി വൈകുന്നേരം 5:00 ഞങ്ങൾ ജപമാല തുടങ്ങുമ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ രൂപവും ജപമാലയുമായിട്ട് വീട്ടിലുള്ളവരെ വീട്ടിന് പുറത്തിറങ്ങണം. ഓഫീസിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത്തിരി നേരത്തെ പോന്നിട്ട് 5:30 ഈ ജപമാലയുടെ എത്തിച്ചേരാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കണം. കാര്യം 5:30 വെച്ചിരിക്കണം, എല്ലാവരും ഉൾപ്പെടാണ്. 7 മണിക്കാണ് തീരണമെങ്കിൽ 6 മണിക്കെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് പോയവർക്ക് തിരിച്ചു വരാൻ പറ്റും. അത് ഇവരുടെ കൂടെ കൂടിയിട്ട് ഈ വീടിന് ചുറ്റും നമ്മൾ ഒരു ജപമാലയുടെ സമയത്ത് നമുക്ക് 7 പ്രാവശ്യമെങ്കിലും ഈ വീടിന് ചുറ്റും നമുക്ക് ജപമാല ചെല്ലാൻ പറ്റും. ഞങ്ങളുടെ കൂടെ അതേസമയത്ത് നിങ്ങൾ മൊബൈൽ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും ചെയ്യണം. ഇവിടെ നിന്ന് തരുന്ന പ്രാർത്ഥനകളും കേൾക്കുകയും ചെയ്യണം. ചിലപ്പോൾ ഓരോ രാജ്യങ്ങളെ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അതിനെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാൻ പറയും. പോളണ്ടിന് ജോൺ പോൾ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചപ്പോഴാണ് പോളണ്ട് വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നത്. ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ രാജ്യങ്ങളെ 35 രാജ്യങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 35 രാജ്യങ്ങളെയും 7 ദിവസമായിട്ട് ഞങ്ങൾ ഒരു ദിവസം 5 രാജ്യങ്ങളെ വെച്ചിട്ട് അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്
ലോകം മുഴുവനുമുള്ളവർ, ഇന്ത്യയിലുള്ളവർ, അമേരിക്കയിലുള്ളവർ, ആസ്ട്രേലിയയിലുള്ളവർ, ആഫ്രിക്കയിലുള്ളവർ, അതുപോലെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുള്ളവരെ ഈ പ്രാർത്ഥനയിൽ കൂടിക്കൊണ്ടേയിരിക്കാം. ചിലർക്ക് ഗൾഫിലുള്ളവർക്ക് 2-2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അമേരിക്കയിലുള്ളവർക്ക് ചിലപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് രാത്രിയായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ രാത്രിയാണെങ്കിലും അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനങ്ങളൊക്കെ അമേരിക്കയിൽ ഉള്ള ആൾക്കാർ രാത്രി എഴുന്നേറ്റ് കൂടിയിട്ടുണ്ട്. ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ അവരെവിടെയാണ് താമസിക്കുന്നത്, അത് ഏത് രാത്രി ആയാലും ഒരു ദിവസം മതി. ഏതെങ്കിലും ഒരു ദിവസം 25-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ ജെറിക്കോ പ്രയറുണ്ട്. അതിൽ ഒരു ദിവസം നിങ്ങൾ വീടിന് ചുറ്റും തിരികെത്തിച്ച് അമ്മയുടെ രൂപം വെച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് തിരിവെത്തിച്ചുകൊണ്ട് കൃപാസനത്തിൽ നൽകുന്ന ഇൻറ്റൻഷൻ നിയോഗങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ തനത് നിയോഗങ്ങളുമായിട്ട് നമ്മൾ 7 പ്രാവശ്യം അമ്മയെ ആകുന്ന വാഗ്ദാനപീഠവും കാവിക്കൊണ്ട് നമ്മളുടെ ഓരോ വാസസ്ഥലത്തിനും ചുറ്റും നമ്മൾ 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കും. ഇത് ലോകം മുഴുവനുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും നടക്കും. കാര്യം ഉടമ്പടി ചെയ്തിരിക്കുന്നവർ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുണ്ട്. ഈ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉടമ്പടി ചെയ്തിരിക്കുന്നവരുണ്ട്. ഇന്നലെ തന്നെ ഇവിടെ ഏതാണ്ട് NRI ഉടമ്പടി 20ഓളം നടന്നു. അത് മീൻസ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലും, അതുകൊണ്ടാണ് നമ്മൾ ആഗോളം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാഷകളും ജപമാല ചെല്ലാൻ കാരണം അതാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ഉടമ്പടി എടുത്തവരും അതുപോലെ ഇതിനോട് യോജിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ നൽകുന്ന എല്ലാവരും 25-ാം തീയതി 5:30 മണി തൊട്ട് ആഗോള ജപമാല പ്രാർത്ഥിക്കണം. ഒരു ദിവസം ആദ്യം കാണുക, മനസ്സിലാക്കുക, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. അല്ലെങ്കിൽ ഓഫീസിലാണ് അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളെല്ലാവരും തീരുമാനിക്കണം വേറെ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം വീടിന് ചുറ്റും പ്രാർത്ഥിക്കണം. 7 ദിവസം ചുറ്റും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഒരു ദിവസം പ്രാർത്ഥിക്കണം. അത് പക്ഷേ ഇവിടെ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ നിങ്ങൾ മനസ്സിൽ കാണണം. അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മാത്രം പോലെ നിങ്ങളുടെ മൊബൈലിൽ കാണണം. ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു അവസരം നമുക്കിനി കിട്ടത്തില്ല. കാര്യം ഈ കൊറോണ കഴിഞ്ഞപ്പോൾ മനുഷ്യരിങ്ങനെ ഈ ചവിട്ടിക്കൂട്ടിയ പോലെ ആയിട്ടുണ്ട്. ഇപ്പം രോഗം, കടങ്ങൾ, സമാധാനമില്ല, പലതരത്തിൽ എത്തും പിടിയില്ലാത്ത രീതിയിൽ പതറി നിൽക്കുകയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ജെറിക്കോ പ്രാർത്ഥന കുടുംബത്തിന് ചുറ്റും കൃപാസ്ഥാനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യത്തിലെ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ആ വലിയ സ്വർഗ അനുഭൂതികളിലെ ഇത് നിങ്ങൾക്ക് നടത്താൻ പറ്റും. നിങ്ങൾ നടത്തി നിങ്ങൾ രക്ഷപ്പെടണം. അതിൻ്റെ സാക്ഷ്യം നിങ്ങൾ അപ്പം തന്നെ വീഡിയോ എടുത്ത്, അത് എപ്പോഴാണത് സാക്ഷ്യം കർത്താവ് തരണത് അപ്പോഴത് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. വീണ്ടും നിങ്ങൾ വഴി നിങ്ങൾ സുവിശേഷമാകാനും സുവിശേഷമേകാനും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഉപയോഗിക്കാം. നമ്മുടെ സ്വന്തം ചാനലാണ്. നിങ്ങൾ തരുന്ന സാധനം അതുപോലെ തന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ട് വീണ്ടും നമ്മൾക്ക് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചിട്ട് അവരെ കൂടി നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നിങ്ങളെ ദൈവം സ്വർഗത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കി മാറ്റട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു.